ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KW ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ 211/2020 എക്സാം എടുത്തിരിക്കുകയാണ്. സോ അതിൻ്റെ ബേസിൽ നമ്മൾ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് 7 ആണിത്. 6 വരെ കാണാത്തവർ കാണുക. അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി നമ്മുടെ അക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അതിനും എല്ലാവരും ജോയിൻ ആവുക. ഇനി നമുക്ക് 3 മണിക്കാണ് ക്ലാസ് ഉള്ളത്. അക്കാഡമിയുടെ ക്ലാസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് PSC കോച്ചിങ് ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. നോൺ ടെക്നിക്കൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ആരംഭം 100 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ 10th ലെവൽ പ്രിലിംസ് എക്സാം 12th ജനുവരി സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ തന്നെ 100 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ ബിവോക്കോ LD എക്സാം 5th ജനുവരി സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 30 ഡേ റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻസ് CO എക്സാം 6th ജനുവരി സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 30 ഡേ റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻസ് CPO എക്സാം 6th ജനുവരി സ്റ്റാർട്ട് ചെയ്ത ബാച്ച്. ആരംഭം 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് 22nd ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ച്. 15th ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഓൺ SCRT ഫോർ ഓൾ കേരള PSC എക്സാം ബാച്ച് 2 ഇതും റണ്ണിംഗ് ആണ്. 9th ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 50 ഡേയുടെ കംപ്ലീറ്റ് കോഴ്സ് ഫോർ HSA പാർട്ട് അതും റണ്ണിംഗ് ആണ്. ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ്. 10th ലെവൽ ഫ്രീ മോക്ക് ടെസ്റ്റ് ഫോർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് 75 minutes ആണ്. ജനുവരി 9th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 8 to 9:15 PM ആണ്. സോ എല്ലാവരും അത് എഴുതി നോക്കുക. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രൈസസും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പ്ലസിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഓഫേഴ്സും 12th ജനുവരി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ഡാഷ് ഈസ് സീമൻ പെർ മീറ്റർ. ഏതായിരിക്കും SI യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി ആണ് അല്ലേ? സീമൻ പെർ മീറ്റർ കണ്ടക്ടിവിറ്റി ആണ്. യൂണിറ്റ്സ് ഒക്കെ നോക്കുക. റെസിസ്റ്റൻസ് യൂണിറ്റ് ഓം, റെസിസ്റ്റിവിറ്റി ഓമീറ്റർ, കണ്ടക്റ്റൻസ് ഓം, 1/ohm ദാറ്റ് ഈസ് സ്വീമൻ ആണ്. ഓം ഇൻവേഴ്സ് എന്നൊക്കെ പറയാം. കണ്ടക്ടിവിറ്റി ആണെങ്കിൽ എന്താണ്? ഓം ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ്, 1/ohm മീറ്റർ അല്ലെങ്കിൽ സീമൻ മീറ്റർ ഇൻവേഴ്സ് എന്നൊക്കെ പറയാം. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ ഇതൊന്നും തിരിഞ്ഞു പോകാതെ കറക്റ്റ് പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ഓഫ് ലെങ്ത് LM, യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. ആസ് എ റെസിസ്റ്റൻസ് R ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കണ്ടക്ടർ ലെങ്ത് 12 ആണ്, റെസിസ്റ്റൻസ് R ആണ്, സെയിം മെറ്റീരിയൽ ആണ്. ഹാസ് ആൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ ലെങ്ത് 12 റെസിസ്റ്റൻസും R ആണ്, സെയിം മെറ്റീരിയലും ആണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ കാണാനുള്ള ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? R = ρl/A അല്ലേ? R = ρl/A ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് അതനുസരിച്ച് നമുക്ക് എഴുതാമല്ലോ. സെക്കൻഡ് കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിൽ R' = ρ ഇൻറ്റു രണ്ടാമത്തെ കേസിൽ നോക്കൂ, ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 12 ആണ് അല്ലേ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏരിയ എന്ന് പറയുന്നത് രണ്ടാമത്തത് A' ആയി മാറും. ദാറ്റ് ഈസ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ റേഷ്യോ കണ്ടൻറ്റിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് R = ρl/A രണ്ടാമത്തെ R = ρ ഇൻറ്റു 2l/A'. അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? A' = 2A എന്ന് കിട്ടും. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് പ്രോസസ്സസ് കംപ്ലീറ്റ് ദ വർക്ക് ഓഫ് റിമൂവിങ് ദ ഡസ്റ്റ്, ഡേർട്ട് ആൻഡ് അതർ അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്? ഏത് പ്രോസസ്സാണ് കംപ്ലീറ്റ് വർക്ക് ഓഫ് റിമൂവിങ് ദ ഡസ്റ്റ്, ഡേർട്ട്, അതുപോലെ അതർ അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ഏതാണ്? ക്ലീനിങ് ആണ് വരുന്നത് അല്ലേ? ക്ലീനിങ് പ്രോസസ്സാണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഓമിക് വാല്യൂ ഓഫ് റെസിസ്റ്റർ വിത്ത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ്. ഓമിക് വാല്യൂ ഓഫ് റെസിസ്റ്റർ വിത്ത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണെങ്കിൽ ഓമിക് വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ഓമിക് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണെങ്കിൽ. നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. മെറ്റൽസിനാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ ഉള്ള മെറ്റൽസാണ്. സെമി കണ്ടക്ടേഴ്സിനാണെങ്കിൽ എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യാണ്? കുറയാണ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. പ്യുവർ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം ആണ്. ഇതിനെല്ലാത്തിനും എന്താണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 120 കൂളംബ് ഓഫ് ചാർജ് പാസസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 60 seconds. കറണ്ട് കണ്ടുപിടിക്കാം. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്. ഇലക്ട്രിക് കറണ്ട് കാണാൻ ഫോമിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ചാർജ് ബൈ ടൈം Q തന്നിട്ടുണ്ട് 120 കൂളംബ്. ടൈം അറിയാം 60 seconds. കണ്ടുപിടിച്ചൂടെ? I = Q/T വെച്ച് കണ്ടുപിടിക്കാം. 120/6 ദാറ്റ് ഈസ് 2 ആംപിയർ കിട്ടും. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഒബ്സർവിങ് എ 500 kHz സ്ക്വയർ വേവ് വിത്ത് ആൻ ഓസിലോസ്കോപ്പ്, വാട്ട് പീരീഡ് വുഡ് യു എക്സ്പെക്ട് ഇൻ
എസ് ടു സി. ഓക്കെ, നമുക്ക് 500 kHz സ്ക്വയർ വേവ് ഓസിലോസ്കോപ്പാണ്. ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഫ്രീക്വൻസി ഈക്വൾ ടു 1/f ആണ്. കിലോ ഹേർട്സിന് ഹേർട്സിലോക്ക് ആക്കാൻ വേണ്ടി ഇൻറ്റു 10⁻³ ആണ്. ഈ 10⁻³ മുകളിലോട്ട് വരുമ്പോൾ എന്ത് വരും? 10⁻³ ദാറ്റ് ഈസ് എന്താണ് 2 microseconds വരും. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് 12 volt ആർ അപ്ലൈ ടു എ സർക്യൂട്ട് ദാറ്റ് കൺസ്യൂം 78 watt, വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോ? 12 volt അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു സർക്യൂട്ടിൽ, 78 watt പവറുള്ള ഒരു കൺസ്യൂം ചെയ്തിട്ടുണ്ട്. കറണ്ട് ഫ്ലോ ഐ ആണ് കണ്ടുപിടിക്കാനുള്ളത്. പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ ഈക്വൾ ടു വി ഐ അല്ലേ? വി ഐ ആണ് പവർ. അതിൽ നമ്മൾ ഐ കണ്ടുപിടിക്കുക. ഐ ഈക്വൾ ടു എന്താണ്? P/V, ദാറ്റ് ഇസ് 78/12 വിച്ച് ഇസ് 6.5 ആംപിയർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രീക്വൻസി ഓഫ് എ റേഡിയോ വേവ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് ഡിക്രീസ് ആണ് അല്ലേ? 9ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ എമംഗ് ദി ഫോളോയിങ്? ഇതിൽ ഏറ്റവും ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് ചാർജ് ഇൻ ബോഡി വെനെവർ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൾ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൾ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആകുമ്പം ഒരു ബോഡിയിലുള്ള റിസൾട്ടൻറ്റ് ചാർജ് ഇൻ ബോഡി എന്തായിരിക്കും? ഇറ്റ് ഇസ് 0 ചാർജ് ആയിരിക്കും. കപ്പാസിറ്റി റിയാക്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനായിരിക്കും? ബോത്ത് കപ്പാസിറ്റൻസും ഫ്രീക്വൻസിയും അല്ല. ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ഈക്വൾ ടു 1/2πfc അല്ലേ? 1/2πfc. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോത്ത് കപ്പാസിറ്റൻസ് ആൻഡ് ഫ്രീക്വൻസി. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദി ജെർമേനിയം ആറ്റം. ജെർമേനിയം ആറ്റത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 4. ദിസ് ഇസ് നമ്മുടെ സെമി കണ്ടക്ടർ അല്ലേ? 4 വാലൻസ് ഇലക്ട്രോൺസ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയർ ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ എല്ലാത്തിലും ഉണ്ട്. സ്റ്റേ വയർ, എർത്ത് വയർ, സ്ട്രക്ചറൽ കോമ്പോണൻസ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ പവർ കേബിൾസിൽ ഉപയോഗിക്കുന്നതാണ് പേപ്പർ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്ലൂറസെൻറ്റ് ട്യൂബ് ഇൻ കമ്പാരിസൺ ടു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ലാമ്പ് ഹാസ് ദി അഡ്വാൻറ്റേജ് ഓഫ്? ഫ്ലൂറസെൻറ്റ് ട്യൂബ് ഇൻ കമ്പാരിസൺ ടു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ലാമ്പ് ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എന്തായിരിക്കും? ഇറ്റ് ഹാസ് ലോങ്ങർ ലൈഫ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. MCB is a device, miniature circuit breaker is a device that provide ഒരു definite protection to the wiring installation and sophisticated equipment against. MCB ആകുമ്പോൾ against എന്തായിരിക്കും? ബോത്ത് A and B, ഓവർ കറണ്ടും ഉണ്ട്, ഷോർട്ട് സർക്യൂട്ടും ഉണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഫ്ലോട്ടിംഗ് ബാറ്ററി ഈസ് വൺ എന്തായിരിക്കും? ഫ്ലോട്ടിംഗ് ബാറ്ററി എന്ന് പറയുമ്പോൾ ഇറ്റ് സപ്ലൈസ് കറണ്ട് ഇൻ്റർമിറ്റൻ്റ്ലി ആണ്. അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഡ്യൂറിങ് ഐഡിൽ പീരീഡ് ഗെറ്റ് ചാർജ്ഡ്. 18ാമത്തെ ക്വസ്റ്റ്യൻ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. എ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ ഈസ് നോൺ ആസ് എന്തായിരിക്കും? ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ ഈസ് നോൺ ആസ് സ്റ്റേക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ 2 edges are joined by സെമി. 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദി റിവറ്റ്സ് ഇൻ അഡ്ജസൻറ്റ് റോസ് ഓഫ് സിക്സാഗ് റിവറ്റഡ് ജോയിൻറ്റ് ഏതായിരിക്കും? ഇറ്റ് ഇസ് ഡയഗണൽ പിച്ച്. ആംഗിൾ ബിറ്റ്വീൻ ഫ്ലാങ്സ് ഇൻ ആൻ ആക്മി ത്രെഡ് 29 degree. അടുത്ത. വെൻ എ ഡബിൾ നെറ്റ് ടൈറ്റൻസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ലോക്ക് ദ നെറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഏതായിരിക്കും? ഇറ്റ് ഈസ് നോൺ ആസ് ചെക്ക് നെറ്റ് ആയിരിക്കും. എ കീ ദാറ്റ് ഫിറ്റ്സ് ഇൻ ടു എ സെമി സർക്കുലർ കീ വേ കട്ട് ഇൻ ദ ഷാഫ്റ്റ് ഏത് കീ? അത് വുഡ്റഫ് കീ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീ എന്നിട്ടുണ്ട്. ഓരോന്നും അതിൻ്റെ പഠിക്കുക. ഹോളോ സാഡിൽ കീ ഉണ്ട്, പാരൽ കീ അല്ലെങ്കിൽ ഫെദർ കീ, ടാപ്പർ അല്ലെങ്കിൽ ജിബ് ഹെഡഡ് കീ, ഫ്ലാറ്റ് സാഡിൽ കീ. ഓരോന്നിൻ്റെ യൂസ് നമ്മൾ ഓൾറെഡി നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പഠിക്കുക. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ റിവറ്റിംഗ് അലുമിനിയം ഷീറ്റ്സ് ദ മെറ്റീരിയൽ ഓഫ് റിവറ്റ് ഷുഡ് ബി ഏതായിരിക്കും? ഇറ്റ് ഇസ് അലുമിനിയം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് പൈപ്പ് ത്രെഡ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. സ്റ്റാൻഡേർഡ് ഫോം ഏതാണ്? ഇറ്റ് ഇസ് BSP ആണ്. ഓക്കെ, BSP എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ്. ഓരോ നോക്കൂ. BSW ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വൈറ്റ് വർക്ക് ത്രെഡ് യൂസ് ഫോർ ജനറൽ പർപ്പസ് ഫാസ്റ്റിംഗ് ത്രെഡിലാണ്. BSF ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ. BSP ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സിൽ. BA ബ്രിട്ടീഷ് അസോസിയേറ്റഡ് ത്രെഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സ്മോൾ സ്ക്രൂസ് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസ്, വാച്ച് സ്ക്രൂസ് ഓഫ് സയൻറ്റിഫിക് അപ്പാരറ്റസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും പഠിക്കാം. ഓക്കെ, മുന്നത്തെ റിവിഷൻ സീരീസ് കാണാത്തവർ കാണുക. ഓക്കെ, താങ്ക് യു.